കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് രാജ്യസഭയിൽ നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ രാജ്യമാസകലം ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. പാർലമെന്ററി ജനാധിപത്യ സംവിധാനങ്ങളുടെ അന്തസ്സത്ത കളയുന്ന പെരുമാറ്റമാണ്, അന്തസ്സ് കളയുന്ന പെരുമാറ്റമാണ് സിപിഎമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ രാജ്യസഭാംഗങ്ങളായിട്ടുള്ള ആളുകൾ നടത്തിയത്. ചില ആളുകൾ ഇന്നലെ അവരുടേതായിട്ടുള്ളൊരു വ്യാഖ്യാനം ഈ സംഭവങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കാൻ ഒരു ശ്രമം നടത്തിയതായിട്ട് കേട്ടു. അവർ പറഞ്ഞത് സർക്കാർ അയച്ച മല്ലന്മാരാണ് മാർഷലുകൾ. അതൊക്കെ നേരിട്ട് കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ വസ്തുതകൾ എല്ലാവരുടെയും മുമ്പാകെ വെക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. സാധാരണ നമ്മുടെ നാട്ടിൽ കസേരയും മേശയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കസേര ഇരിക്കാനും മേശ എഴുതാനുമാണ്. പക്ഷേ മേശയുടെ പരിഭാഷ തന്നെ മാറ്റിയ ചില അഭിനവ ബുദ്ധിജീവികൾ മേശയുടെ മുകളിൽ കയറി നൃത്തം ചെയ്യുക, മേശയുടെ മുകളിൽ കയറി ഇരിക്കുക, ഇവരാണ് സർക്കാർ അയച്ച മല്ലന്മാരാണ് മാർഷലുകളുടെ വേഷം കെട്ടി വന്നത് എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒരു ചിത്രം എനിക്ക് കിട്ടി. അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട്, കേരളത്തിൽ നിന്നുള്ള 2 രാജ്യസഭാംഗങ്ങളാണ് മേശപ്പുറത്ത് കയറിയിരിക്കുന്ന ആൾക്കാർ. മേശപ്പുറം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ജനറലിന്റെ മേശ. രാജ്യസഭാ ചെയർമാന്റെ മുന്നിൽ സഭാ നടപടികൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സെക്രട്ടറി ജനറലും ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുന്ന മേശയുടെ മുകളിലാണ് ഈ ആൾക്കാർ ഇരിക്കുന്നത്. ഇതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് മല്ലന്മാരായിട്ടുള്ള മാർഷലുകൾ വന്നു എന്ന് പറയുന്നത്. തൊഴിലാളി വർഗത്തിന്റെ നേതാവ് എന്ന് പറയുന്ന ഒരാള് ആണ് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന മാർഷലുകളുടെ കഴുത്തിന് പിടിച്ചത്. കാരണം ഈ കേരളത്തിൽ നമ്മുടെ ശിവൻകുട്ടി സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഈ ശിവൻകുട്ടി സ്കൂളിൽ പഠിച്ചതിന്റെ ഒരു പുനരാവിഷ്കരണം അത് പാർലമെന്റിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ കേരളത്തിലെ നിയമസഭയിൽ സിപിഎം കാണിച്ച ഗുണ്ടായിസം, ആ ഗുണ്ടായിസം പാർലമെന്റിൽ ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് ഇപ്പോ ബോധ്യമായിട്ടുണ്ടാവും. രാജ്യസഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ, പൊതുവെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ രാജ്യസഭ എന്ന് പറഞ്ഞാൽ, രാജ്യസഭയെക്കുറിച്ച് പറയുന്നത് ഹൌസ് ഓഫ് എൽഡേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പക്വതയുള്ള, കുറച്ചും കൂടി വിവേകമുള്ള, അങ്ങനെയുള്ള ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ. അതുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മുടെ MG മേനോനെ പോലെയുള്ള ആളുകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പലരും കലാ, സാംസ്കാരിക, സാഹിത്യ, കായിക, ശാസ്ത്ര മേഖലകളിലൊക്കെയുള്ള ആളുകൾ. ഒരുപക്ഷെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നതിന് പകരം അവരുടെ കഴിവുകൾ രാജ്യത്തിന് പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് രാജ്യസഭ ഉപരിസഭ എന്നുള്ള നിലയിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിവക്ഷിച്ചതും. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭയുടെ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. പക്ഷേ
ഈ ലോക്സഭയിൽ എന്തൊക്കെ ബഹളം ഉണ്ടായാലും രാജ്യസഭ കുറെ കൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുക എന്നുള്ളതാണ് രാജ്യസഭയുടെ ഒരു പാരമ്പര്യം. പക്ഷെ ആ പാരമ്പര്യത്തൊക്കെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനവും സംഭവങ്ങളുമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ദൗർഭാഗ്യവശാൽ അതിന് നേതൃത്വം നൽകിയ ആളുകൾ 2-3 മലയാളികളാണ് എന്നുള്ളത് കേരളീയർക്ക് മുഴുവൻ തന്നെ, രാജ്യത്തിന്റെ മുന്നിൽ കേരളീയർ മുഴുവൻ തന്നെ അപമാനിതരാകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നിയമസഭയാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും ഇതൊക്കെ ജനാധിപത്യത്തിന്റെ പരിപാവനമായിട്ടുള്ള കേന്ദ്രങ്ങളാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെയാണ് പറയുന്നത്. ശ്രീകോവിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹിക്കില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി പണ്ടേ പറഞ്ഞത് ഈ അമ്പലങ്ങളൊക്കെ തച്ചുടക്കണം എന്നാണ്. അതുകൊണ്ട് ഈ ശ്രീകോവിലാണ് എന്ന് പറയുമ്പം അതൊക്കെ തച്ചുടക്കുക എന്നുള്ള സമീപനത്തിന്റെ ഭാഗമാണോ ഈ ഒരു സമീപനം എടുത്തത് എനിക്കറിയില്ല. കാരണം അത് കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഗുണ്ടായിസം കാണിക്കുക എന്നുള്ള ഒരു ശൈലി, ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധതയില്ലായ്മയാണ് ഈ പെരുമാറ്റത്തിലൂടെ CPM കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ജനങ്ങളുടെ മുന്നിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്നു, മാർഷലുകൾ പുറത്തുനിന്നുള്ള ആളുകളാണ് എന്നൊക്കെ പറയുന്നത് മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കലാണ്, മലയാളിയുടെ വിവേകത്തെ ചോദ്യം ചെയ്യലാണ്. കാരണം മാർഷലുകളായിട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പടമുണ്ട്. ഏതെങ്കിലും ഒരാൾ അതില് പാർലമെന്ററി സെക്യൂരിറ്റി സർവീസിൽ ഇല്ലാത്തവരാണ് എന്ന് തെളിയിച്ചാൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ പറയുന്ന ഏത് പണിയെടുക്കാം. പക്ഷേ ഈ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ അവര് ഈ ശുദ്ധ കളവ് പറഞ്ഞതിന് പകരം എന്ത് ചെയ്യും എന്നെങ്കിലും അവർ പറയണം. ഇവിടെ പറഞ്ഞത് BJP ജനാധിപത്യ മര്യാദ പാലിച്ചില്ല എന്നാണ്. അതാണ് CPM പറയുന്നത്. എന്താ ജനാധിപത്യ മര്യാദ? ഇപ്പോ കേരളത്തിൽ വളരെ സജീവമായിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള വിഷയം. ഡോളർ കടത്താൻ വേണ്ടിയിട്ട് UAE എംബസിയിലെ ഒരു കരാർ ജീവനക്കാരൻ, ആ കരാർ ജീവനക്കാരൻ നയതന്ത്ര പദവി ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാൾക്ക് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ചില അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ അധികാര പരിധി കടന്നുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് നയതന്ത്ര പദവി നൽകുകയും അയാളുടെ നയതന്ത്ര പദവിയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഡോളർ കടത്തി കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ പോയ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ സംഘത്തിലുള്ള ആളുകൾ ഡോളർ കടത്തി എന്നുള്ളതാണ് ആക്ഷേപം. അതിനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയപ്പോ അതിന്റെ നോട്ടീസ് പോലും അനുവദിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് BJPയെ ജനാധിപത്യ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരക്ഷരം നിയമസഭയിൽ മിണ്ടാൻ പാടില്ല ഡോളർ കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. മറുവശത്ത് സഭാ സമ്മേളനത്തിന്റെ 19 ദിവസവും പ്രധാനമന്ത്രിക്കെതിരായിട്ട് തെറിവിളിച്ച ആളുകൾ, ആ തെറിവിളിച്ച ആളുകളാണ് BJPയെ സഭയ്ക്കകത്ത് തെറിവിളിച്ച ആളുകൾ. അവരാണ് BJPയെ ജനാധിപത്യ മര്യാദ പഠിപ്പിക്കാൻ ഇപ്പൊ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരോ ഭാരതീയ ജനതാ പാർട്ടിയോ ദേശീയ ജനാധിപത്യ സഖ്യമോ ഈ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടരുത് എന്ന് നിലപാടേ എടുത്തിട്ടില്ല. ഏത് വിഷയം ചർച്ച ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് നമുക്ക് മടിയില്ല. ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസിന്റെ അവതരണാനുമതി പോലും നിഷേധിക്കുകയാണ്.
പെഗാസസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനും എതിരായിട്ടുള്ള ഒരു പരാമർശവും പെഗാസസ് വിഷയത്തിൽ ആരും ഇതുവരെ എഴുതിയിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അതൊക്കെ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അത് ചർച്ച ചെയ്യാമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ, BJP ഗവൺമെന്റ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ്, ജനാധിപത്യ മര്യാദകൾ പാലിക്കണമെന്ന് പറയുന്ന ആളുകൾ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ഒരു വിഷയം, ആ വിഷയം വരുമ്പോൾ അത് ചർച്ച പോലും പാടില്ല എന്ന് പറയുന്നു. എന്താ കാരണം പറയുന്നത്? കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. പൗരത്വ നിയമത്തിനെതിരായിട്ട് പ്രമേയം പാസാക്കിയ ആൾക്കാരല്ലേ ഈ നിയമസഭ? അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായിരുന്നില്ലേ? കോട്ടയം മദനിയുടെ വിഷയത്തിൽ പ്രമേയം പാസാക്കിയ ആളുകളല്ലേ? മദനിയുടെ വിഷയം കോടതിയുടെ പരിഗണനയല്ലേ? അപ്പം മദനിയുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇല്ലാത്ത കോടതി ഇപ്പൊ എവിടുന്ന് വന്നു? പൗരത്വ നിയമം ചർച്ച ചെയ്യുമ്പോൾ ഇല്ലാത്ത കോടതി ഇപ്പൊ എവിടുന്ന് വന്നു? അപ്പൊ അതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായി വിജയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുമ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ന്യായവും പറയാം. അതൊക്കെ ജനാധിപത്യപരം. കേന്ദ്ര സർക്കാരിനെതിരായിട്ട് അർത്ഥശൂന്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ പേരിൽ അക്രമം നടത്തി അക്രമം തടയാൻ അവിടെ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാവുന്നു. ഈ ഇരട്ടത്താപ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കേരളത്തിന്റെ കാര്യത്തിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇവിടെ പ്രതിപക്ഷം സമ്പൂർണ്ണ സഹകരണമാണ്. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധത ഇവിടെ ആവുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധം സഭയ്ക്ക് പുറത്തൊരു മോക്ക് അസംബ്ലി നടത്തുക, വേണമെങ്കിൽ ഒരു അഴിമതി വിരുദ്ധ ചങ്ങല നടത്തുക, അങ്ങനെ പിണറായി നിർദ്ദേശിക്കുന്ന പ്രതിഷേധം നടത്തുന്ന ഒരു പ്രതിപക്ഷമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. കേന്ദ്രത്തില് കോൺഗ്രസിന് CPM-ന്റെ പിന്തുണ, കേരളത്തില് CPM-ന് കോൺഗ്രസിന്റെ പിന്തുണ. അതാണിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പും ഇവരുടെ രണ്ടുപേരുടെയും മോദി വിരുദ്ധതയും, ആ മോദി വിരുദ്ധത തുറന്നു കാണിക്കുന്ന സംഭവങ്ങളാണ്. അതിനപ്പുറത്ത് ജനാധിപത്യ സംരക്ഷണവുമായിട്ട്, പാർലമെന്ററി ജനാധിപത്യവുമായിട്ട് ഇവരെടുക്കുന്ന സമീപനങ്ങൾക്ക് പുലബന്ധം പോലുമില്ല എന്നുള്ള വസ്തുത, ആ വസ്തുത കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിയമസഭയാണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും പോലീസിന് ഒരു അധികാരമില്ല. അവിടെ സഭാ അധ്യക്ഷനാണ് സമ്പൂർണ്ണ അധികാരം. കേരളത്തിന്റെ നിയമസഭയിൽ കേസെടുത്ത സാഹചര്യം നിയമസഭാ സെക്രട്ടറി സഭാധ്യക്ഷനായിട്ടുള്ള സ്പീക്കറുടെ അനുവാദത്തോടുകൂടി പരാതി കൊടുത്തു. പാർലമെന്റിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല. അത് കൊടുത്താലല്ലേ പോലീസ് കേസെടുക്കാൻ പറ്റും. ഇതാണോ നിഷേധിച്ചത്? ഇത് നിഷേധിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ബാക്കി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ധാരാളം പേര് അവർ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവരെന്തൊക്കെ ചെയ്തു. മാർഷലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് നിഷേധിച്ചിട്ടുണ്ടോ? നിങ്ങളെടുത്ത് കാണിച്ചു കൊടുത്തു. സ്പീക്കറുടെ ഭാഗത്തുനിന്ന് പരാതിയില്ലെന്ന് ആര് പറഞ്ഞു? പരാതിയില്ലെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും. അതുകൊണ്ടല്ലേ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഉപരാഷ്ട്രപതിയും അതായത് രാജ്യസഭാ ചെയർമാനൊക്കെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടല്ലോ. പാർലമെന്റിലെ ചട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ സഭാധ്യക്ഷനുമായിട്ടുള്ള ഉപരാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഉപരാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കാര്യവും കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണം എന്നുള്ളത് ഞങ്ങളല്ല പറയേണ്ടത്.
ഞങ്ങൾ നടപടി ഉണ്ടാകണം. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഗുണ്ടായിസവും സഭക്കകത്ത് ഇനി ആവർത്തിക്കാത്ത തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള നടപടി ഇപ്പോ ഇത് കാണിച്ചവർക്കെതിരായിട്ടുണ്ടാകണം. അതെന്ത് വേണം? ചട്ടങ്ങൾ പരിശോധിച്ചുകൊണ്ട് സഭാധ്യക്ഷൻ തീരുമാനിക്കും. എന്തുകൊണ്ട്? അവിടെയും ഇത് പൊതുമുതലിൽ നശിപ്പിച്ചത് ഈ നിയമസഭാ സെക്രട്ടറി, അതായത് രാജ്യസഭാ സെക്രട്ടറി ജനറലിന്റെ മേശയിലുള്ള കടലാസുകളെടുത്ത് കീറിയെറിയുന്നത് പൊതുമുതൽ നശിപ്പിക്കലല്ലേ? ആദ്യത്തെ കീറിയെറിയൽ കഴിഞ്ഞതിന് ശേഷം അതിനേക്കാൾ വലിയ സംഭവങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തുനിഞ്ഞപ്പോഴാണ് മാർഷലുകൾ സെക്രട്ടറി ജനറലിന്റെ ടേബിളിനും ചെയർമാന്റെ ചെയറിനും സംരക്ഷണ വലയുണ്ടാക്കിയത്. സർക്കാരിന് വേണ്ടിയിട്ടല്ല സംരക്ഷണ വലയം. സർക്കാരിലെ ഒരു മന്ത്രിക്കും ഒരു എം പിക്കും വേണ്ടിയിട്ട് സംരക്ഷണ വലയം തീർത്തിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ഈ കാർഷിക ബില്ലിന്റെ സമയത്ത് മൈക്കടക്കം ഒടിച്ചത് നമ്മൾ കണ്ടതല്ലേ? കേരള നിയമസഭയിൽ നടന്നതിന് സമാനമായിട്ടാണ്. അന്നിവിടെ അംഗങ്ങളുടെ മേശപ്പുറത്ത് കയറിയെങ്കിൽ ഇവര് കയറിയത് ചെയർമാന്റെ മേശപ്പുറത്താണ്. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന ആൾക്കാർ എന്താണോ എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം ക്ഷോഭം കടലാസിൽ എഴുതി പോക്കറ്റിട്ട് കൊണ്ടുവന്നിട്ട് പ്രകടിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് എഴുതി കൊടുത്തല്ലേ അദ്ദേഹം വായിക്കുള്ളൂ. അതിനെക്കുറിച്ച് അതിൽ കൂടുതൽ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഇനി വേറെ എന്തെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹം വായിക്കുമായിരിക്കും. ഇപ്പൊ എല്ലാ മന്ത്രിമാരും അങ്ങനെയാണല്ലോ. ഇന്നലെ ഈ ഡോക്ടർമാരുടെ വിഷയം അത് തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി പഠിച്ചത്. ഞങ്ങളും ലോക്സഭയിലും പാർലമെന്റില് രാജ്യസഭയിലും ഒക്കെ ചോദ്യത്തിന് മറുപടി പറയും. ചോദ്യത്തിന് മറുപടി പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന മന്ത്രിമാര് കേരളത്തിൽ മാത്രമാണ്. എഴുതി കൊടുക്കുന്നത് അതേപടി വായിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ആ എഴുതി കൊടുക്കുന്ന ആളുകളെ മാറ്റുക എന്നുള്ളതേ പറ്റുള്ളൂ. അല്ല, അത് അവരാണ് പറയേണ്ടത്. പോലീസ് മേധാവിയെക്കാണോ കൂടുതൽ അറിയുന്നത്, മുഖ്യമന്ത്രിക്കാണോ കൂടുതൽ അറിയുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. കാരണം മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എഴുതി കൊടുത്തത് വായിക്കുന്ന ആളാണ്. പോലീസ് മേധാവി എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്തെ, നക്ഷത്ര ചിഹ്നം ഇട്ടാലും ഇല്ലെങ്കിലും വാക്കാലല്ലാത്തതും ഇത് വായിച്ച് മനസ്സിലാക്കി ഇതിൽ പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടാണ് ഒപ്പിടേണ്ടത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന്റെ കാലത്ത് ഒരു 60-70 വിദേശകാര്യ വകുപ്പിന്റെ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളുടെ മറുപടി സ്വയം കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് വെറുതെ ഒപ്പിട്ടിട്ട് കൊടുക്കുന്നില്ല. അത് മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് അതിന്റെ വിഷയം മനസ്സിലാക്കിയിട്ടാണ് അത് ഒപ്പിട്ടതിന് ശേഷം, മന്ത്രി ഒപ്പിട്ടിട്ടാണ് അതിനുശേഷം ആ ഉത്തരം വരുന്നത്. കേരളത്തിൽ അതിന് മന്ത്രി അറിയാതെ അത് വരുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. മന്ത്രിയുടെ പേരിൽ മന്ത്രി അറിയാതെ വരുന്നുണ്ടെങ്കിൽ ആ നിയമ സംവിധാനം മാറ്റേണ്ടതല്ലേ? എനിക്ക് നിവേദനവും തന്നിട്ടില്ല ആരും. പക്ഷെ ഈ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ഇറാനിലെ അംബാസഡറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവരെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഏതാണ്ട് 3500ഓളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട്. ഒരു 500നും 1000നും ഇടയിൽ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലാളികളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ പലരും അവിടുത്തെ എംബസിക്ക് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പലരുടെയും വിവരങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് അറിയുന്നത്. ഈ നിങ്ങൾ പറഞ്ഞത് മത്സ്യബന്ധന തൊഴിലാളികളല്ല, കപ്പലാണ്. കപ്പൽ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രശ്നം. കപ്പൽ ജീവനക്കാരായിട്ടുള്ള ആളുകളും ഇറാൻ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയുടെ സാങ്ഷൻ അടക്കമുണ്ട്. അതുകൊണ്ട്
അവിടുത്തെ കപ്പലുകളിൽ പല സാഹചര്യങ്ങളിൽ കപ്പലിലുള്ള ജീവനക്കാര് പോലീസ് കസ്റ്റഡിയിലാവാറുണ്ട്. കസ്റ്റഡിയിലാവുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ എന്നാൽ പോലും അടിയന്തരമായിട്ട് അത് ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ അവരെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അവരുടെ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഈ തവണ അത് ഇറങ്ങുന്നതിനുള്ള ഒരു ചെറിയ കാലതാമസം വന്നത്. അവർക്ക് അടിയന്തരമായിട്ട് എക്സിറ്റ് വിസ കൊടുത്തുകൊണ്ട് അവർക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അവിടെ അംബാസഡർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിലൊരു മലയാളി ഉൾപ്പെടെയുണ്ട്. താലിബാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ വളരെ സുസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അവിടെ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. കാബൂളിലെ എംബസി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ചില കോൺസുലേറ്റുകൾ നമ്മൾ അടച്ചിട്ട് തൽക്കാലം അവിടുത്തെ ജീവനക്കാരെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വവും അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് ഹാനികരമാകാതിരിക്കാനുള്ള സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇന്ത്യ മുഴുവനുള്ള ടെസ്റ്റുകളുടെ എണ്ണമൊക്കെ എടുത്തിട്ടൊന്ന് പരിശോധിച്ചാൽ, ടെസ്റ്റ് കൂടുതൽ നടത്തുന്നത് കൊണ്ട് TPR കൂടില്ലല്ലോ. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇപ്പൊ കഴിഞ്ഞ ദിവസം 1,93,000 കേസുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ എണ്ണം അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം 1,90,000 നിന്ന് 1,30,000 ആക്കി കുറച്ചു. അപ്പോ 22,000 23,000 ഉണ്ടായിരുന്നത് 18,000 ആയി. പക്ഷേ TPR 14% നിൽക്കുകയാണ്. ഇന്നലെ 15%. 39,000 ആളുകൾക്ക് കോവിഡ് ബാധിച്ചതിൽ 20,000 ആൾക്കാർ കേരളത്തിലാണ്. കാരണം വളരെ വ്യക്തമാണ്. എന്താണെന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. സർക്കാർ കൂടുതൽ ടെസ്റ്റാണ് നടത്തുന്നതുകൊണ്ടാണെന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാളികളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യലാണ് CPM-ന്റെ മന്ത്രിസഭയിലുള്ള ആളുകളാണെങ്കിലും പുറത്തുള്ള ആളുകളാണെങ്കിലും. ഇതൊക്കെ എല്ലാവർക്കും പരിശോധിക്കാൻ പറ്റുന്നതല്ലേ. അവിടെ എത്ര നടത്തി, ഇവിടെ എത്ര നടത്തി. TPR കൂടുന്നതും ടെസ്റ്റിന്റെ എണ്ണം 10 നടത്തി കഴിഞ്ഞാൽ പോലും TPR അതനുസരിച്ചിട്ടിരിക്കും. കേരളത്തിൽ കോവിഡ് കൂടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അശാസ്ത്രീയമായിട്ടുള്ള ലോക്ക്ഡൌണും അശാസ്ത്രീയമായിട്ടുള്ള ഇളവുകളും. ഉദാഹരണത്തിന് കേരളത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ടൊരു ഇടുക്കിയിലൊരു ഉസ്മാൻ എവിടുന്നോ പുറത്തുനിന്ന് വന്നപ്പോ അയാൾ പോയ കല്യാണത്തിൽ പങ്കെടുത്ത ആൾക്കാരെ അടക്കം ലിസ്റ്റ് ഉണ്ടാക്കി പരിശോധിച്ച ആൾക്കാരാണ് അന്നത്തെ നമ്മുടെ സർക്കാരിന്റെ അന്നത്തെ നയം. ഇറ്റലിയിൽ നിന്ന് പത്തനംതിട്ടയിലെ ഒരു കുടുംബം വന്നപ്പോ അവര് പോയ ഷോപ്പിംഗ് മോളോടക്കമുള്ള അവിടുത്തെ ജീവനക്കാരെ മുഴുവൻ വെച്ചത് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞത് ഞങ്ങൾ കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ ഫലപ്രദമായിട്ട് നടത്തുന്നു. ഇപ്പൊ എത്രയാണ് കോണ്ടാക്ട് ട്രേസിംഗ്? 1:1.2 മുതൽ 1.5 വരെ. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ ആ വീട്ടിലുള്ള ഒരാളിൽ കൂടുതൽ പരിശോധന പോലും നടത്തുന്നില്ല. മാത്രമല്ല, നമ്മളന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പറഞ്ഞപ്പോ കേരള ഗവൺമെന്റ് പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങൾ ഹോം ക്വാറന്റൈൻ നടപ്പിലാക്കുകയാണെന്നാണ്. ആ നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ ഫലമായിട്ട് ഈ ഹോം ക്വാറന്റൈൻ എഫക്റ്റീവ് അല്ല. കാരണം അസുഖം ബാധിച്ച ആൾ പുറത്തു വരാൻ പാടില്ല, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാം. കാരണം ആവറേജ് ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം 3-4 ആണ്. ആ 3-4 പകരം ഒരാൾക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ 1.5% വരെ ആൾക്കാരെ മാത്രമേ കേരളത്തിൽ പരിശോധിക്കുന്നുള്ളൂ. ഈ കോണ്ടാക്ട് ട്രേസിംഗിലുള്ള പോരായ്മ. 2, ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് പുതുതായിട്ട് നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്ന കാര്യത്തിന്റെ സമ്പൂർണ്ണ പരാജയം. അന്ന് പറഞ്ഞത് ഞങ്ങള് മുഴുവൻ ആളുകളെയും വീടുകളിൽ നിരീക്ഷിക്കുന്നതാണ്. ഇവിടെ നിരീക്ഷിക്കുന്നു. അല്ലാതെ ടെസ്റ്റ് നടത്തിയത് കൊണ്ടൊന്നുമല്ല കേരളത്തിൽ കോവിഡിന്റെ എണ്ണം കൂടുന്നത്. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. കാരണം PR നടക്കുന്ന കാര്യത്തിൽ ഇവരെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റൂല. കാരണം PR ആണ് അവർ ആദ്യത്തെ വേവിന്റെ സമയത്ത് അവർ നടത്തി നിങ്ങളെ അടക്കം വിഡ്ഢികളാക്കിയല്ലോ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, കേരളത്തിലെ ആൾക്കാർ വിട്ടേക്ക്,
BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അടക്കം ആൾക്കാരെ വിഡ്ഢികളാക്കി. പക്ഷേ ഇപ്പോ ഈ PR കാരൊക്കെ ഇവിടെ പോയി. എന്താ ഇത് തടയാൻ പറ്റാത്തത്? അല്ല, കേന്ദ്ര ആരോഗ്യമന്ത്രി വരുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ വിദേശ രാജ്യങ്ങളിലേക്കുള്ള, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോകേണ്ട ആളുകൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത്. പല രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ രാജ്യത്തേക്ക് വരേണ്ട ബഹുഭൂരിപക്ഷം ആളുകൾ കേരളത്തിലാണ്. കേരളത്തിൽ ഇത്രയധികം കോവിഡ് കൂടി നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്? അത് ഇന്ത്യക്ക് മുഴുവൻ ദോഷമാണ്. അപ്പൊ അത് പ്രതിരോധിക്കാൻ, അതിന് പരിഹാരം കണ്ടെത്താൻ കേരള സർക്കാരിന്റെ പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് അത് എങ്ങനെ തിരുത്തണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലുള്ള സഹായവും നൽകും. ആ സഹായം എങ്ങനെ വേണം എന്നുള്ളതും ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതും തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണുന്നുണ്ട്. കണ്ട് ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള കേരള സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണ് കേന്ദ്രം വരുന്നത്. കാരണം കേരള സർക്കാരിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുക, ഇന്ത്യയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയ്ക്കുക. അതുകൊണ്ട് ഇപ്പൊ എന്താ തടയാൻ സാധിക്കാത്തതെന്നാൽ അന്ന് അതുകൊണ്ടാണ് കോവിഡ് ബാധിക്കുന്നതെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് അത് പറ്റാത്തതെന്നാൽ അന്ന് ചെയ്ത അതേ കാര്യം ഇന്ന് ചെയ്തുകൊണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ മുട്ടുശാന്തി ന്യായങ്ങളാണ്. ഈ മുട്ടുശാന്തി ന്യായങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല. അന്ന് ഞങ്ങൾ ഫലപ്രദമായിട്ട് തടഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത് ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നു? ഇപ്പൊ അതിനേക്കാൾ കർശനമായിട്ട് ലോക്ഡൌൺ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ആഴ്ചക്ക്. ഈ ലോക്ഡൌൺ പോലും ഒരു കണ്ടെയ്ൻമെന്റ് സോൺ, അതിന്റെ തൊട്ടപ്പുറത്ത് ഫ്രീ സോൺ, ഇതിനിടയിൽ ഒരു ബഫർ സോൺ വേണം. ഇതൊക്കെയാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. ഇതൊന്നുമില്ലാതെ ഒരു കോവിഡിനെ, മഹാമാരിയെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ അതായത് ദേശീയ തലത്തിലുള്ള ലോക്ഡൌൺ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ പോലുമല്ല, മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ, ഇതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. മൈക്രോ കണ്ടെയ്ൻമെന്റ്, ഒരു വാർഡാണെങ്കിൽ പോലും ആ വാർഡ് ലോക്ഡൌൺ നടപ്പിലാക്കുക, അത് ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കുക. അതൊന്നും തീരുമാനമായിട്ടില്ല. ജനുവരിയുടെ കാര്യമൊന്നും ഇപ്പൊ ചർച്ച ചെയ്യാനായിട്ടില്ല. അതൊന്നും ചർച്ച ചെയ്യാനായിട്ടില്ല. ജനുവരി ഇനിയും 3-4 മാസം. എന്താണ് നോക്കാം നമുക്ക്. ജനുവരിക്ക് ഇനിയും 3-4 മാസമുണ്ട്, 5 മാസമുണ്ട്.